അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് ക്യൂട്ട് ആയിട്ടുള്ള 4 പ്രൊഡക്ട്സ് ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. അഫോർഡബിൾ പ്രൈസിൽ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. രണ്ടെണ്ണം വന്നിട്ട് കോട്ട് സെറ്റ് ആണ്, രണ്ടെണ്ണം വന്നിട്ട് കുർത്ത വിത്ത് ബോട്ടം വെയർ ആണ് കേട്ടോ. ഒരെണ്ണത്തിന് മാത്രം കയ്യിൽ കിട്ടിയപ്പോൾ ഒരു കുഞ്ഞ് ഡാമേജും കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ കുഞ്ഞ് വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കേണ്ട, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു കോട്ട് സെറ്റ് ടൈപ്പ് ആണ് കേട്ടോ. ഒരു ടോപ്പ് വിത്ത് ബോട്ടം വെയർ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത്. നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത്. അതിന്റെ ഈ ഒരു ടോപ്പിന്റെ ആയിക്കോട്ടെ അതിന്റെ ബോട്ടത്തിന്റെ ആയിക്കോട്ടെ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഞാൻ ചൂസ് ചെയ്തത് ഒരു ബ്രൗൺ കളറാണ്. ഇതിന്റെ ഒരു ബ്ലാക്ക് കളറും ആ പേജിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു ഇത് നമുക്ക് ഇതിൽ കാണുന്നതിൽ നിന്നൊക്കെ എത്രയോ ഡിഫറെന്റ് ആണ് കേട്ടോ. അതായത് കൂടുതലാണ് നമ്മുടെ ക്വാളിറ്റി എന്നാണ് പറഞ്ഞു വരുന്നത്. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ട്. നല്ല കട്ടിയുണ്ട്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഇനി ഒരു പ്രിന്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. സ്ലീവ് ഒക്കെ ഒരു 3/4 സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. അറ്റത്ത് വന്നിട്ട് കണ്ടില്ലേ, ഈ ഒരു ബ്രൗൺ കളർ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് കളറിൽ ഈ ഒരു ബ്രൗൺ കളർ പ്രിന്റ് ആണ് കേട്ടോ ഓൾമോസ്റ്റ് ഈ ടോപ്പിന്റെ ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. റൗണ്ട് നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഭയങ്കര കട്ടിയുള്ള നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ദെൻ ഇതിന്റെ ഒരു ബോട്ടം വന്നിട്ട് അതിനേക്കാളും ക്വാളിറ്റി ഉള്ളൊരു ബോട്ടം ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഭയങ്കര കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇങ്ങനത്തെയൊക്കെ നമുക്കറിയാം. ഈ ഒരു ബോട്ടം പലാസോ ടൈപ്പ് ആണ് ഒരു ഇത് വന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ഒരു ബോട്ടം നമുക്കൊരു ബ്ലാക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഔട്ട്ഫിറ്റിൻ്റെയോടൊപ്പം ഒക്കെ നല്ല രീതിയിൽ വെയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് തന്നെ ഒരു 4 പാൻസ് ഒരുമിച്ച് വരുന്നതൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പാൻറ്റിനേക്കാളൊക്കെ എത്രയോ ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നല്ല കട്ടിയുണ്ട് കേട്ടോ. ഈ ഒരു പാൻറ്റിന് വന്നിട്ട് ചെറിയ ഒരു കുഞ്ഞു ഇതൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വേസ്റ്റിന്റെ ഭാഗത്തായിട്ട് വന്നിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. 2 പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു പാന്റ് ആണ്. ഇതിന്റെ ഒരു ബ്ലാക്ക് കളറും ആ പേജിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. സൈഡിലായിട്ട് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ അതോടൊപ്പം തന്നെ അതിന്റെ സിമിലർ ആയിട്ടുള്ള പിക്സ് ഒക്കെ ഞാൻ സൈഡിലായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 10/10 ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിന്റെ ഓൾമോസ്റ്റ് കുറേയേറെ സൈസസ് ആ പേജിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ വാങ്ങുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് 476 രൂപയാണ് കേട്ടോ. പുറത്തൊക്കെ നമ്മൾ പോയിട്ട് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ ഭയങ്കര രീതിയിലുള്ള ഒരു പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. മീഷോയിൽ എടുത്തുകൊണ്ട് നമുക്ക് ഒരു 500 രൂപയ്ക്ക് താഴെ ആയിട്ട് ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് കാണാം. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു വിസ്കോസ് റയോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്ത വിത്ത് ബോട്ടം വെയർ ആണ് കേട്ടോ. ഇതാണ് ഇതിന്റെ കുർത്ത വരുന്നത്. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള കളർ വന്നിട്ട് ബ്ലാക്ക് ആണ്. ഇതിന്റെ തന്നെ ഒരു 5 കളേഴ്സും ആ പേജിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ക്വാളിറ്റി വരുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. മെറ്റീരിയൽ നമുക്കറിയാം, വിസ്കോസ് റയോൺ അല്ലെങ്കിൽ റയോൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ഒക്കെ നമുക്ക് വേറെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന് അറിയാമല്ലോ. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ലീവ് വരുന്നത് ഒരു ലൂസിൽ കിടക്കുന്ന ഒരു സ്ലീവ് ആണ്. ഫുൾ സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അറ്റത്തും അതിന്റെ സൈഡിലൊക്കെ ആയിട്ട് ലേസ് വർക്ക് ആണ്, വൈറ്റ് കളറിലുള്ള ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടോപ്പ് നിങ്ങൾക്ക് മൊത്തത്തിൽ കാണുന്ന സമയത്ത് മനസ്സിലാവും. ഇതിന്റെ ഫുൾ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നെക്ക് വീനക്കാണ്, അതിന്റെ താഴെ അതുപോലെ തന്നെ സൈഡിൽ പിന്നെ ഡബിൾ സൈഡ് സ്ലിറ്റ് വരുന്ന ഭാഗത്തൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. ഡബിൾ സൈഡ് സ്ലിറ്റ് വരുന്ന ഭാഗത്തൊക്കെ ലേസ് വർക്ക്, വൈറ്റ് കളറിലുള്ള ലേസ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ പോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് കളർ പോലെ തന്നെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു 5 കളേഴ്സോളം പേജിലുണ്ട് കേട്ടോ. നല്ല കളേഴ്സ് ആണ് കേട്ടോ എല്ലാം. ഞാൻ ബ്ലാക്ക് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബോട്ടവും വരുന്നത് സെയിം വിസ്കോസ് റയോൺ മെറ്റീരിയൽ തന്നെയാണ്. ഇലാസ്റ്റിക് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ബോട്ടം ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ലാസ്റ്റ് വൺ വന്നിട്ട് കണ്ടില്ലേ, വൈറ്റ് കളറിലുള്ള ലേസ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഒരു സ്മോൾ ടു 5XL വരെയുള്ള സൈസസ് ആ പേജിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് ആണ് കേട്ടോ. എക്സൽ ആണ് എടുത്തിരിക്കുന്നത്. ഒരു പാകിസ്ഥാനി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ലൂസിലൊക്കെ ഇടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. കാണാനായിട്ട് ഭയങ്കര രസം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു പ്രൈസ് വന്നിട്ട് 500 സംതിങ് ആണ് കേട്ടോ. പ്രൈസ് കൂടിയും കുറഞ്ഞൊക്കെ ഇപ്പോൾ ഒരു 585 രൂപയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു 5 കളേഴ്സോളം ഉണ്ട്. സൈഡിലായിട്ട് ഓരോന്നിന്റെ പിക്കും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതും ഒരു 10/10 ക്വാളിറ്റിയിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് വൺ. ഇനി നമുക്ക് നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ് കാണാം. അപ്പൊ നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ് വരുന്നതും 10/10 ക്വാളിറ്റിയിലൊക്കെ വാങ്ങാൻ പറ്റുന്ന അടിപൊളി ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഒരു മസ്റ്റേർഡ് കളറിൽ വരുന്ന ഒരു അടിപൊളി കുർത്ത വിത്ത് ബോട്ടം വെയർ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ടോപ്പിന് വന്നിട്ട് ഹാഫ് ലെങ്തോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് വീനെക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. വീനെക്കിൽ വന്നിട്ട് ഒരു ചെറിയൊരു ഇതുപോലെ എംബ്രോയിഡറി വർക്ക് പോലെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ.
നല്ല നൈസ് ആയിട്ടുണ്ട് അതിന്റെ നെക്കൊക്കെ ഒരു വി നെക്കൊക്കെ. പിന്നെ സ്ലീവ് വന്നിട്ട് ഒരു ബലൂൺ സ്ലീവ് പോലെയാണ്. ഇനി മെറ്റീരിയൽ വരുന്നത് റയോൺ മെറ്റീരിയൽ ആണ്. നമ്മൾ മുന്നിൽ കണ്ട പ്രൊഡക്റ്റ് പോലെ തന്നെ അത് വിസ്കോസ് റയോൺ, ഇത് റയോൺ കേട്ടോ. ഭയങ്കര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ലൂസിലായിട്ട് ഒരു ബലൂൺ സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ലീവിൽ ഒരു ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു എംബ്രോയിഡറി ആണ്, വൈറ്റ് കളറിലുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ഒക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട് സ്ലീവ്. ആൻഡ് ഇതിന്റെ ഒരു ടോപ്പിന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ട് കുറച്ച് ഫ്ലെയർഡ് ആയിട്ട് കിടക്കുന്ന ഒരു ടോപ്പാണ്. രണ്ട് സൈഡും കണ്ടില്ലേ, ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞൊരു പ്ലീറ്റ്സ് ഒക്കെ, കുട്ടി കുട്ടി പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു കുഞ്ഞി ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് വന്നിട്ട് ലാർജ് ആണ്. കാരണം എന്റെ സൈസ് ഒക്കെ വരുന്നത് ലാർജ് ആണ്. ചില സമയങ്ങളിൽ ഞാൻ എക്സൽ കൊടുക്കാറുണ്ട്, കുറച്ച് ലൂസിൽ നമുക്ക് ഇടാൻ ഇഷ്ടപ്പെടുന്ന ഔട്ട്ഫിറ്റ്സിനൊക്കെ എക്സൽ കൊടുക്കാറുണ്ട്. പക്ഷെ ഞാനിത് ലാർജ് ആണ് കൊടുത്തത്. എങ്കിലും ഞാൻ പെയർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ബാക്കിൽ പിന്നൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ. എക്സൽ ലാർജ് കൊടുത്തിട്ട് തന്നെ എനിക്ക് വലിയൊരു സൈസാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ മുന്നിൽ കൊടുത്തിട്ടുള്ളത് എക്സൽ ആണ്. പക്ഷെ അതൊരു പാകിസ്ഥാനി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയർ ചെയ്യുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ടൊരു വൃത്തിയില്ലാത്ത രീതിയിലൊരു ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ ഇത് ലാർജ് കൊടുത്തിട്ട് പോലും ഭയങ്കര ലൂസായിരുന്നു കേട്ടോ. അപ്പൊ അതൊരു സൈസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു സൈസ് കുറച്ച് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അടിപൊളി കളറാണ്. ഈ ഒരു ലിങ്ക് വെച്ചിട്ട് നോക്കുന്ന സമയത്തും ഇതിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു വേറൊരു പ്രൊഡക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വേറൊരു കളർ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം കാഫ് ലെങ്ത്തോളം ലെങ്ത് വരുന്നുണ്ട് ഈ ഒരു ടോപ്പിന് വന്നിട്ട്. ആൻഡ് ഇതിന്റെ ബോട്ടം വരുന്നത് ഒരു വൈറ്റ് കളറിൽ പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു റയോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ബോട്ടം തന്നെയാണ് കേട്ടോ. വന്നിട്ടുള്ള ഇലാസ്റ്റിക് ഡീറ്റെയിലിംഗാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ബോട്ടത്തിനും അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്ത് ഉണ്ട് കേട്ടോ. എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെയുള്ള സൈസസ് ആണ് ആ പേജിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു മീഷോ ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഭയങ്കര സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. കാരണം ഇതിപ്പോ ഒരു കുറച്ച് ഫസ്റ്റത്തെ ആ ഒരു ഇൻട്രോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ നെക്സ്റ്റ് ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. കാരണം അപ്പുറത്ത് വീട് പണി നടക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുട്ടി കുട്ടി പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ മഴ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്ലിയറും ക്വാളിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് സ്പീഡപ്പിൽ എടുത്തു പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് 412 രൂപയാണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് കുറെ ആയി വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. വേറെ ഏത് കഴിയുമ്പോൾ നമുക്ക് കാണാനൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഇപ്പൊ ഈ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു കളർ ഡ്രസ്സൊക്കെ ഇടുന്ന ആ ഒരു സമയത്തൊക്കെ ഇടാൻ പറ്റുന്ന നല്ല കംഫർട്ടബിൾ ഒരു ഡ്രസ്സ് തന്നെയാണ്. ഒരു കുർത്ത സെറ്റ് തന്നെയാണ്. ഭയങ്കര നൈസ് ആയിട്ടുണ്ട്. അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ, ആ സ്റ്റിച്ചിങ്, അതിന്റെ ഒരു പെർഫെക്ഷൻ ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ വീഡിയോയിലത്തെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നതും ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഷർട്ട് ആൻഡ് ട്രാക്ക് പാൻസ് ആണ് കേട്ടോ. ഇത് ഞാൻ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഓർഡർ ആക്കിയതാണ്. വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഒരു കുഞ്ഞ് ഇത് പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഔട്ട്ഫിറ്റിനൊന്നും ഒരു തരത്തിലുള്ള ക്വാളിറ്റി ഇഷ്യൂസോ വേറെ ഒന്നുമല്ല. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു കുഞ്ഞ് ഡാമേജ് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് ഒരു ബ്ലാക്ക് വൈറ്റ് കളറിൽ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ഷർട്ട് വിത്ത് ട്രക്ക് പാൻസ് ആണ് കേട്ടോ. ഈ ഒരു ഷർട്ടിന്റെ കണ്ടോ, ഈ ഒരു ഫ്രണ്ടിൽ ഓർഡർ ചെയ്ത സമയത്ത് ഒരു കുഞ്ഞ് ഡാമേജ് കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു വൈറ്റ് ബ്ലാക്ക് കളർ പ്രിന്റ് ആ ഒരു വൈറ്റിൽ ആയതാണ്. ചിലപ്പോൾ വാഷ് ചെയ്താൽ പോകുന്ന ഒരു തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ റിട്ടേൺ ചെയ്യാന്ന് വിചാരിച്ചു. ഈ ഒരു ഷർട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഷർട്ട് നമുക്ക് വേറെ എക്സ്ട്രാ ജീൻസിന്റെ കൂടെ അല്ലെങ്കിൽ അങ്ങനെ ഓരോ രീതിയിലൊക്കെ നമ്മളിപ്പോ ഡിഫറെന്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഫുൾ ഒരു കോളറിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫുള്ള് വന്നിട്ട് വൈറ്റ് കളറിലുള്ള ബട്ടൺ ഡീറ്റെയിലിംഗും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളർ ഷർട്ടാണ്. അതിൽ വന്നിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ പാന്റ് ആണ് ഭയങ്കര, ആ ഒരു ഷർട്ടിൽ നിന്നൊക്കെ എത്രയോ ക്വാളിറ്റിയിൽ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ട്രാക്ക് പാൻസ് ആണ് വന്നിട്ടുള്ളത്. ഭയങ്കര ക്വാളിറ്റിയിൽ വരുന്ന ഒരു പാന്റ് ആണ് കേട്ടോ. നമ്മളിപ്പോ ഞാൻ മുന്നിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യം ഒരു കോട്ട് സെറ്റ് കാണിച്ച് ഇങ്ങനത്തെ ഒരു പാന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനത്തെ പാൻസ് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മീഷോയിലെ എല്ലാ ഔട്ട്ഫിറ്റിനും ഇപ്പൊ നമ്മള് ഗേൾസ് ഒക്കെ കൂടുതലും വാങ്ങുന്നതായിരിക്കും ഇങ്ങനൊരു പാൻസ്. സോ ഇതിന്റെ കൂടെ വന്നിട്ടുള്ള ഒരു പാൻസ് അടിപൊളിയാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു കുഞ്ഞു ബട്ടൺ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിബാണ് കേട്ടോ. സിബ് ഒക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാന്റ് ഒക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഭയങ്കര കട്ടിയുള്ള ഒരു മെറ്റീരിയലൊക്കെ വന്നിരിക്കുന്നത്. ഈ ഒരു മെറ്റീരിയലിന് ഒരു നെയിം പറഞ്ഞിട്ട് കറക്റ്റ് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ആ നെയിം പറയാത്തത് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഇങ്ങനെ കുറച്ച് എന്താ പറയാ ഫിറ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പൊതുവെ ഇഷ്ടമില്ല. പക്ഷെ എന്റെ അനിയത്തി ഇട്ട് കാണുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഇഷ്ടമായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നല്ലൊരു ഔട്ട്ഫിറ്റ് തന്നെയാണ് കേട്ടോ. ഓരോരുത്തരും ഇട്ട് കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ എത്രത്തോളം രസം ഉണ്ട് എന്നുള്ളതൊക്കെ ഓരോ ഔട്ട്ഫിറ്റിൽ നിന്നും മനസ്സിലാവുള്ളൂ അല്ലെ. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഔട്ട്ഫിറ്റ് തന്നെയാണ്, നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ആ ഫ്രണ്ടിലുള്ള ഒരു കുഞ്ഞു ഡാമേജ് ഇട്ട് അതൊക്കെ എല്ലാവർക്കും ആ ഒരു ഡാമേജ് വരണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഈ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് വരുന്നതും 489 അങ്ങനെ എന്തോ ഒരു പ്രൈസ് ആണ്. 500 രൂപയ്ക്ക് താഴെ ആയിട്ടാണ്
ഇതിനും ഒരു റേറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും നല്ല ക്വാളിറ്റി ഉള്ള ഒരു 10/10 ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷെ ആ ഒരു ഡാമേജ് മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞി പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു 3 കളേഴ്സ് ആ പേജിൽ അവൈലബിൾ ആയിട്ടുണ്ട്, ഗ്രീൻ, ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് വന്നിട്ട് മീഡിയം ആണ് കേട്ടോ. അനിയത്തിക്ക് ആയതുകൊണ്ട് ഞാൻ മീഡിയം ആണ് ചൂസ് ചെയ്തത്. ഇതിന്റെയും കുറച്ച് എക്സ്ട്രാ വലിയ വലിയ സൈസസ് ആ പേജിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ കൂടുതൽ ഹോൾ വീഡിയോസ് ഒക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും പറഞ്ഞിട്ടുള്ളൊരു 1 year 2 year ബാക്ക് ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ നമ്മളൊരു 10-20 പ്രൊഡക്ട്സ് വാങ്ങുകയാണെങ്കിൽ അതൊരു ഒരു 6-7 ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഓക്കെ ക്വാളിറ്റിയിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പൊ മീഷോനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങിയാലും 1-2 മാത്രമേ ചെറിയൊരു ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പുറത്ത് നിന്ന് നല്ല എമൗണ്ട് കൊടുത്ത് വാങ്ങുന്ന ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പൊ മീഷോയിൽ പൊതുവെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഞാനിപ്പോ ഈ റീസ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചധികം പ്രൊഡക്ട്സ് വാങ്ങിയതൊക്കെ എനിക്ക് ഭയങ്കര ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പ്രൊഡക്റ്റിന്റെ ഒക്കെ ഇട്ടിട്ടുള്ള വീഡിയോയും അതുപോലെ തന്നെ അതിന്റെ വേറെ പിക്സ് ഒക്കെ ഞാൻ സൈഡിൽ ആയിട്ട് ആഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. ബൈ.